വെക്കേഷന് നിങ്ങളുടെ പ്ലാൻ എന്താ? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ ഉള്ള ഒരു സമ്മർ ക്യാമ്പിൽ കുറച്ച് കുട്ടികളെ കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻ? പല ആൾക്കാരും പലതും പറഞ്ഞു. ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുറേ ആളുകൾ, ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, നന്നായി കിടന്ന് ഉറങ്ങണം എന്നാണ്. അപ്പോൾ എനിവേ പലപ്പോഴും ഈ വെക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ പല കുട്ടികളുടെയും കാര്യമായിട്ടൊന്നും പ്ലാൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാട് നേരം കിടന്നുറങ്ങുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അതേപോലെ ഈ വെക്കേഷനിൽ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ് ഉറക്കം വല്ലാതെ ഈ ഫോണിലൊക്കെ കളിച്ച് ഗെയിം കളിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്ത് ഉറക്കം തീരെ ഇല്ലാത്തൊരവസ്ഥ, രാത്രിയൊക്കെ വൈകിട്ടും ഉറങ്ങാത്തൊരവസ്ഥയൊക്കെ പലപ്പോഴും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കുട്ടികളെയും നമ്മൾ കാണാറുണ്ട്. ഇത് രണ്ടും പ്രശ്നമാണ് അല്ലേ? വെക്കേഷനിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ സ്ലീപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഒരു ബയോളജി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉറക്ക് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു റെസ്റ്റ് അല്ല, മറിച്ച് നമ്മുടെ ബോഡിയുടെ ഒരു റിപ്പയർ അല്ലെങ്കിൽ ബോഡിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കാനുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാഡിയം റിതം എന്നൊക്കെ പറയും അല്ലേ, നമ്മുടെ ഒരു സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, അതൊക്കെ കൃത്യമായി നടക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുക. അതിൽ എന്തെങ്കിലും ഡിസ്റപ്ഷൻസ്, അത് കൂടുകയോ കുറയോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻസ് സംഭവിച്ചാൽ നമ്മുടെ ബോഡിയെ തന്നെ അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ കൃത്യമായി ഈ രാത്രിയൊക്കെ ഒരുപാട് നേരം ഫോണിൽ കളിച്ചും അല്ലാതെയൊക്കെ ആയിട്ട്, പ്രത്യേകിച്ചും രാത്രി പിന്നെ ഫോണിൽ കളിച്ചുകൊണ്ട് ഉറക്കം വൈകിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മൾ വളരെ അലേർട്ടായി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പലതരത്തിൽ നമ്മളെ ബാധിക്കും. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിനെ അത് വലിയ രൂപത്തിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെമ്മറിയെ അത് ബാധിക്കുക എന്നുള്ളത്. വളരെ പുവർ മെമ്മറി ആയിരിക്കും കൃത്യമായ ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയ സ്ലീപ്പ് ഇല്ലാത്ത ആളുകൾക്ക് പുവർ മെമ്മറി ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അല്ലേ, ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതില്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആലോചിച്ചൊക്കെ ഈ വെക്കേഷനിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് പോലും പല ആളുകളും ഉറക്കം കൃത്യമായി ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. കൃത്യമായ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ, ആങ്സൈറ്റി ഒക്കെ പോലെയുള്ള ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. പലപ്പോഴും പല ആളുകളിലും നമ്മൾ കാണുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ ചൂടാവുക, ആവശ്യമില്ലാതെ ഇറിറ്റേറ്റഡ് ആവുക. ഇതൊക്കെ പല ആളുകൾ നമ്മൾ പൊതുവെ പറയാം അത് അവൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയും. പലപ്പോഴും സ്വഭാവം അങ്ങനെ ആവുക എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായൊരു ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായൊരു ശ്രദ്ധയില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സ്വയം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം ഒന്ന് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഉറക്കം കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസസ് കൂടാനുള്ള സാധ്യത. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉറക്കത്തിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സുകൾ നടക്കുന്നത്. നമ്മുടെ എക്സ്ക്രീഷൻ അല്ലേ, നമ്മുടെ ബോഡിയിൽ ഓരോ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുമ്പോഴും അതിലൊരുപാട് വേസ്റ്റ് പ്രോഡക്റ്റുകൾ നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് പോകണം. ഇതൊക്കെ ഏറ്റവും നന്നായി നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഉറക്കം കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിൽ നിന്നും ക്ലിയർ ചെയ്യപ്പെടാതെ പോവുകയും അത് വലിയ രൂപത്തിൽ നമ്മുടെ ബോഡിക്ക് പ്രശ്നമാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഉറക്കം കൃത്യമായി ഒരു കൺസിസ്റ്റൻ്റായി, ഏതെങ്കിലും ഒരു ദിവസം കുറേ ഉറങ്ങുക അല്ലെങ്കിൽ രാവിലെ കുറേ നേരം ഉറങ്ങുക, അങ്ങനെയല്ല, രാത്രി കൃത്യമായൊരു കൺസിസ്റ്റൻ്റ് ആയ സ്ലീപ്പ് നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈവൻ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പഠനങ്ങൾ പറയുന്നത് ഒരു 1-2 ദിവസം കൃത്യമായൊരു ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ്. ആലോചിച്ചൊക്കെ 1-2 ദിവസം ഉറക്കം കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ലൈഫിൽ എടുക്കുന്ന പല ഡിസിഷൻസും അതെന്ത് ചെയ്യും, അത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മളൊരു കൃത്യമായൊരു തീരുമാനം എടുക്കുക, വളരെ ഗൗരവത്തോടു കൂടി. പ്രത്യേകിച്ചും വെക്കേഷനിലൊക്കെ ഇത്ര സമയമാകുമ്പോഴേക്കും, ഒരു 9 മണിയാകുമ്പോഴേക്കും 9:30 ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിരിക്കും എന്ന രൂപത്തിലൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് അങ്ങനെ ഉറക്കം ഒക്കെ നന്നായി ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ പറ്റുന്നൊരു കാര്യം ഒരുപാട് ഉറങ്ങുക എന്നുള്ളതാണ് അല്ലേ. ഓവർ സ്ലീപ്പ് ചെയ്യുക, ഒരുപാട് നേരം ഉറങ്ങുക, മണിക്കൂറുകളോളം അല്ലേ. ചിലപ്പോൾ രാവിലെയൊക്കെ 9-10 മണി വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഉച്ചവരെയൊക്കെ ഉറങ്ങുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതും പ്രശ്നമാണ് അല്ലേ. ഒരു ഭാഗത്ത് ഉറക്കമില്ലാത്തത് പ്രശ്നമാണ്, മറുഭാഗത്ത് ഉറക്കം കൂടിയാലും പ്രശ്നമാണ്. എന്താണ് ഉറക്കം കൂടിയാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം? ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയും അല്ലേ. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഫോഗ് അടിച്ചൊരവസ്ഥ അല്ലേ. നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ കാര്യത്തിലോ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതേപോലെ ലോ അലേർട്ട്നെസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെയാണ് പൊണ്ണത്തടി വരിക. ഒരുപാട് ഉറങ്ങിയാലാണ് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പൊണ്ണത്തടി പോലെയുള്ള വിഷയങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ
പിന്നെ മെൻ്റൽ ഹെൽത്തിനെ അടക്കം കുറച്ചൊരു ഡിപ്രഷൻ, അതുപോലെയുള്ള കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഓവർ സ്ലീപ്പ് കൊണ്ടും സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അനാവശ്യമായി അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ ഉറങ്ങാനും പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കൃത്യം ഒരു ലിമിറ്റ് വെക്കുക. പ്രത്യേകിച്ചും വെക്കേഷനൊക്കെ ആകുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ മറ്റ് പഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഉറക്കത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. ഒരു 7 to 9 hours മാക്സിമം, അല്ലേ? അത്രത്തോളം നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അപ്പോൾ 7 to 9 hours ആണ് നമ്മളുടെ സ്ലീപ്പ് ടൈം എന്ന്. അപ്പോൾ ഞാൻ തീരുമാനിക്കണം എൻ്റെ സ്ലീപ്പ് ടൈം 8 hours ആണ്. 8 hours ഞാൻ എങ്ങനെ ഉറങ്ങും? 9 മണിക്ക് ഉറങ്ങിയാൽ എത്ര സമയം എനിക്ക് കിട്ടും? ഏത് സമയത്താണ് ഞാൻ എഴുന്നേൽക്കേണ്ടത്? ഇത് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം, പക്ഷേ ഏകദേശം സെറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ നന്നായി ഉറങ്ങാം. ഓക്കെ, നന്നായി ഉറങ്ങുക. ആ സമയത്തിന് മുമ്പ് കുറച്ച് ആ ഉറക്കത്തിൻ്റെ സമയത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സ്ക്രീനും ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു ഉറക്ക് കിട്ടുള്ളൂ. നല്ല ഉറക്ക് കിട്ടിയാലേ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റീവായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലേ? എന്തെങ്കിലും വായിക്കുക, പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് ചെയ്യുക, പുറത്ത് പോയി കളിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അല്ലേ? അതൊക്കെ ചെയ്യാം. അല്ലാതെ ജീവിതം മുഴുവൻ ഉറങ്ങി തീർത്താൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലേ? എപ്പോഴും പഠിക്കണം എന്നുള്ളതെന്നുള്ള ഞാൻ പറയുന്നത്. പഠനം പോസിബിൾ ആണെങ്കിൽ അത് ചെയ്യാം. അതല്ലാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാൻ ഈ ഒരു വെക്കേഷനിൽ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു വെക്കേഷൻ കംപ്ലീറ്റ് ഉറങ്ങി തീർക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഉറക്കമില്ലാത്ത അവസ്ഥയും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ആ രൂപത്തിൽ ഈ വെക്കേഷൻ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാൻ എല്ലാവരും പരമാവധി ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.